ഹായ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല അടിപൊളി കാഴ്ചകളുമായി ഇന്ന് വീണ്ടും നമ്മുടെ മൂന്നാർ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ അവിടെ എന്തായാലും നമ്മൾ മൂന്നാർ യാത്ര അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇനിയും ബോറടിപ്പിക്കുന്നില്ല നിങ്ങളെ. ബോറടിയാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഒന്നും മറക്കണ്ട കേട്ടോ. എന്തായാലും ലൈക്കെങ്കിലും ചെയ്യണേ. ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമ്മളെടുത്ത റൂം കാണണ്ടേ, റൂമിൽ നിന്നുള്ള പുറത്തെ കാഴ്ചകളാണ് കേട്ടോ. ഈ ചെടികളെല്ലാം കോട വന്ന് മൂടിയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നത്. പിന്നെ ഇത് പകൽ സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ. നമ്മളിത് ഇപ്പുറത്തെ ബിൽഡിങ്ങിൽ നിന്നിട്ട് നമ്മളുടെ റൂമിൻ്റെ ബാൽക്കണിയിലേക്ക് എടുത്തിരുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് കോടയുടെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയതാണ്. പക്ഷേ മരങ്ങളിലേക്കൊന്നും അധികം കോട എത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും നല്ല ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴും ഞാൻ വിചാരിച്ചു ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്താ അക്കരെ പച്ചാന്ന് തോന്നില്ലേ എന്ന് പറഞ്ഞ പോലെ അവിടെ നിന്ന് കാണുമ്പോൾ ഈ താഴേക്കൊന്നും കാണില്ല. അതേമാതിരിയുള്ള ബിൽഡിംഗ് ഇല്ലാണ്ട് കാണുവാണെന്ന് വിചാരിച്ചിട്ട് വലിയ ഗമയിലൊക്കെ ഇവിടെ കയറി എടുത്തതാണ്. നോക്കിയപ്പോൾ അതിൻ്റെ അപ്പുറത്ത് വീണ്ടും ബിൽഡിങ്ങാണ്. എന്തായാലും നമ്മുടെ പ്രകൃതിയൊക്കെ അടിപൊളിയായിട്ട് തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ പ്രകൃതിയിലെ കാഴ്ചകളും പിന്നെ നമ്മുടെ തേയിലത്തോട്ടങ്ങളും അവിടെ ഞങ്ങൾ കോടയിൽ മുങ്ങിപ്പോയ കാഴ്ചയും എല്ലാം കാണാം കേട്ടോ. കോട കൊണ്ട് വണ്ടി എടുക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയായിരുന്നു. റോഡൊക്കെ മൂടി ആകെ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് താനും. അപ്പോൾ എന്തായാലും ഇന്നത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അതിനിടയ്ക്ക് ഒരു കിളി ഇവിടെ കൂടെ കൂവി പോകുന്നുണ്ട്. നല്ല രസമാണ് കേൾക്കാൻ.
പുതിയ ഡ്രോയിങ് റൂം കൊള്ളാമോ? ഇനി ഇതാ ബെഡ്റൂം കാണാം. പുറത്തെ കാഴ്ചകളാണ് അതൊക്കെ കേട്ടോ. ബെഡ്റൂം കാണണ്ടേ? ഒരു ബെഡ്റൂം കാണുമ്പോൾ സെറ്റ് എല്ലാ സൗകര്യങ്ങളുണ്ട്. വിശാലമായ ബെഡ്റൂം. ഇവിടെ ബാത്റൂം ഉണ്ട്, സൗകര്യമുണ്ട്. പിന്നെന്താ, നിറവുണ്ട്. ഇവിടെ പുറത്ത് നല്ല കാഴ്ചകൾ കണ്ടിട്ടായിരുന്നു. ഇങ്ങനെ എടുത്താൽ കുഴപ്പമില്ലല്ലോ. കിടന്നോട്ടെ, എൻ്റെ കയ്യിലാണെങ്കിൽ നല്ലതെങ്കിൽ അമ്മ എടുത്തോളൂ. കോടയിൽ മുങ്ങിയ ഞങ്ങൾ എവിടെ ഉണ്ടാവുക? നല്ല പോയിന്റ് ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ വെറുതെ പോവാ, കാറിൽ ഇരിക്കാൻ വന്നു എന്നല്ലാതെ ഒന്നും. അച്ഛാ, അച്ഛൻ ഇവിടെ നിന്നേച്ചാ. അടുത്തേക്ക് വരില്ല അച്ഛാ. പൊക്കത്തിന്ന് ഇവിടെ എത്തിക്കണം. 210 മീറ്റർ ലെഫ്റ്റ്. അതെന്താ പുഴ പോലെ കാണുന്ന? പുഴ തന്നെയാണോ? ചെക്ക് ഡാം. ചെക്ക് ഡാം പറഞ്ഞിരുന്നു. അങ്ങോട്ട് റോഡ് മോശമാണോ? റോഡ് സൂര്യനെല്ലിക്ക് പോകാനൊരു ശ്രമം നടത്തിയതാട്ടോ. റോഡ് മഹാമോശമായതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വിട്ടു. അവിടെയൊക്കെ കാറ് റോഡൊക്കെ കണ്ടോ എൻ്റെ ഇടയിൽ കൂടെ? അവിടെ നിന്നാണ് നമ്മളിവിടെ മുകളിലെത്തിയല്ലേ? അല്ല, കോടയാണ് മൊത്തം. ഇവിടെയൊക്കെ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നല്ലോ. മുമ്പ് വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു, എത്തിയില്ല. ഒഴുകി 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 പോകുന്നു. പറന്ന് 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 പോണു കോട. പറന്ന് പോണം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എന്ത് രസമാണ് കാണാൻ. ഇതൊക്കെ കോട രാവിലെ 11 മണിയാട്ടോ ഇത്. അത് പറന്നു പോണത് മനസ്സിലാവണില്ല നമുക്ക്. ഇന്നലെ കിട്ടിയെന്നാ അത് അതിന്റെ മുകളിലേക്കൊക്കെ എത്തി മൂടിക്കൊണ്ടിരിക്കുക. എവിടെയൊക്കെ പറക്കുന്നുണ്ടോ? ആ മരമൊക്കെ മൂടിക്കഴിഞ്ഞു. ആ മരം മൂടി. അതിനിടയ്ക്ക് പാട്ട് വെച്ച് ഡാൻസാണ് ടീമുകൾ അവിടെ.
ഈ കോട കണ്ട ഇങ്ങനെ എടുത്തോണ്ടിരിക്കും കേട്ടോ. ഏ പിള്ളേർ ഇതേ പാറപ്പുറത്ത് കയറിയേക്കണം. എൻ്റെ ദൈവമേ, ഇങ്ങനെയൊക്കെ അഡ്വഞ്ചർ കാണിച്ചിട്ടാണ് അപകടം പറ്റണത്. പക്ഷേ വീട്ടുകാർ ശ്രദ്ധിക്കണ്ടേ അല്ലേ? താഴെ ഒരുത്തൻ നിന്ന് ഫോട്ടോ എടുക്കുക പിള്ളേരെ മുകളിൽ കയറ്റിയിട്ട്. നമുക്കാകുമ്പോൾ പേടിയാവും കാണുമ്പോൾ. അങ്ങനെ പേടിച്ചിരിക്കല്ലേ ഉള്ളൂ, ഒന്നും നടക്കില്ല. അതാണ് നല്ല കളർഫുൾ ആയിട്ടുള്ള അഡ്വഞ്ചറായിട്ടുള്ള എൻ്റർടൈൻ ചെയ്യും. നമ്മൾ പേടിച്ചിരിക്കും. സൂപ്പർ വ്യൂ. കൊടി കുത്തിയിട്ടുണ്ട്. അത് ഓരോ ടീ എസ്റ്റേറ്റുകാരുടെ അടയാളമായിരിക്കും. ഇത് ഞങ്ങളുടെ, ഇത് നിങ്ങളുടെ. അങ്ങനെ ഞങ്ങൾ മൂന്നാറിനോട് തൽക്കാലത്തേക്ക് വിട പറയുകയാണ്. ടാറ്റാ ബൈ ബൈ മൂന്നാർ. നേരെ വന്നാൽ അങ്ങനെ എടുത്തിട്ടാണ്, അത് മാത്രം. മൂന്നാർ ടൗണിലെത്തി നമ്മളല്ലേ? ആ, ടൗണിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും. അവിടെ